നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ന്യൂസിലാൻഡിനെതിരെ മൂന്നാമത്തെ T20യിലും തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ടീം ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. എല്ലാവരും മിന്നും പ്രകടനം നടത്തി, എക്സെപ്റ്റ് സഞ്ജു സാംസൺ. സഞ്ജു ഇന്നലെ ഗോൾഡൻ ഡക്കായിരുന്നു. സോ ആരാധകർക്ക് നിരാശ സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ടീം മികച്ച പ്രകടനം നടത്തുന്നുണ്ട്, മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. എന്നാൽ സഞ്ജുവിന് ആ ഒരു പ്രകടനത്തിന് ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സീരീസ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ്. വേൾഡ് കപ്പിന് മുമ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് ഗില്ലുണ്ടെങ്കിൽ സഞ്ജുവിന് പ്ലേയിങ് 11 സ്ഥാനം കിട്ടില്ല എന്ന ആശങ്കയിലായിരുന്നു. ഏതായാലും ഗില്ലിനെ ഒഴിവാക്കി സഞ്ജുവിനെ തന്നെ ഫസ്റ്റ് ഓപ്പണറായിട്ട് സ്ക്വാഡിലേക്ക് എടുക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കളിയിൽ ആദ്യ മത്സരത്തിൽ അദ്ദേഹം 10 റൺസാണ് അടിച്ചത്. 7 പന്തിൽ 10 റൺസ്. രണ്ടാമത്തെ കളിയിൽ 5 പന്തിൽ 6 റൺസ്. മൂന്നാമത്തെ കളിയിൽ ഇന്നലെ ഗോൾഡൻ ഡക്ക്. അപ്പോൾ ഇതൊട്ടും ആശാവഹമായിട്ടുള്ള ഒരു കണക്കല്ല. പിന്നെ ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഫോം ഔട്ടായപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസാണ്. ആ രൂപത്തിൽ സഞ്ജുവിൻ്റെ കാര്യത്തിലും പറയാൻ ആളുണ്ടാവും, അത് പറയുകയും ചെയ്യാം. കളിക്കളത്തിൽ റൺസ് വരികയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇവിടെയുള്ള ഒരാശങ്ക എന്താണെന്ന് വെച്ചാൽ, ടീമിലെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തി ഇഷാൻ കിഷൻ. അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡറാണ്, സഞ്ജു റൈറ്റ് ഹാൻഡറാണ്. എന്നാൽ പോലും ആ ഇഷാൻ കിഷന് പ്ലേയിങ് 11 ഈ സീരീസിൽ അവസരം കിട്ടി. അതിൻ്റെ കാരണം തിലക് വർമ്മക്ക് ഏറ്റ പരിക്കാണ്. അദ്ദേഹം സർജറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. സോ തിലക് വർമ്മ ഇല്ലാത്തത് കൊണ്ട് ഇഷാൻ കിഷന് പ്ലേയിങ് 11 അവസരം കൊടുത്തു. അത് ആദ്യത്തെ കളിക്ക് മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നായകൻ സൂര്യ വിശദീകരിച്ചിരുന്നു. ഇഷാൻ നമ്പർ 3 കളിക്കും, വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ളയാളാണ്. ശ്രേയസ് അയ്യരെ തിലക് വർമ്മക്ക് ബാക്കപ്പായിട്ട് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തേക്കാൾ കൂടുതൽ എന്തായാലും അവസരം കൊടുക്കുക ഇഷാൻ കിഷനായിരിക്കുന്നത് ഉറപ്പായിരുന്നു. കാരണം വേൾഡ് കപ്പ് സ്ക്വാഡിന് ആണല്ലോ പ്രാധാന്യം. വേൾഡ് കപ്പിന് മുമ്പ് ഫോം ആവാനൊക്കെയുള്ള ഒരു സീരീസാണിത്. അപ്പോൾ ഇഷാൻ കിഷൻ ആണെങ്കിൽ തനിക്ക് കിട്ടിയ അവസരം 2 കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നെ ഉണ്ടാകുന്ന ബിഗ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാമോ? തിലക് വർമ്മ തിരികെ എത്തുമ്പോൾ അദ്ദേഹം എന്തായാലും നേരെ പ്ലേയിങ് 11ലേക്ക് വരുമല്ലോ, ഒരാൾ പുറത്താവും. അപ്പോൾ 2 വിക്കറ്റ് കീപ്പർമാരിൽ 1 വിക്കറ്റ് കീപ്പർ മതി എന്ന് തീരുമാനിക്കും, ഉറപ്പാണല്ലോ. അപ്പോൾ അത് സഞ്ജു സാംസണോ ഇഷാൻ കിഷനോ എന്നുള്ള ചോദ്യം ഉയരും. നിലവിലെ ഫോം വെച്ച് ഇഷാൻ കിഷനെ മാറ്റി നിർത്താൻ ടീം മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വന്നാൽ സഞ്ജു സാംസൺ പുറത്താവില്ലേ എന്നതാണ് ചോദ്യം. അതാണ് കഴിഞ്ഞ ദിവസം ആകാശ് ചോപ്ര ഉന്നയിച്ച ചോദ്യവും. എന്നാൽ നേരെ തിരിച്ച് ഈ വിഷയത്തിൽ സംസാരിക്കുന്നവരുമുണ്ട്. കാരണം ഇങ്ങനെ 2-3 കളികൾ വെച്ചുകൊണ്ട് നിങ്ങളൊരു കളിക്കാരനെ മാറ്റുക, അടുത്തയാളെ കൊണ്ടുവരിക, ഈ സർക്കസ് തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നവരുമുണ്ട്. അശ്വിനൊക്കെ അത്തരത്തിൽ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഈ ചോദ്യമുണ്ടല്ലോ, മിന്നും ഫോമിൽ നിൽക്കുന്ന ഇഷാൻ കിഷനോ സഞ്ജു സാംസണോ എന്ന് ചോദിക്കുമ്പോൾ കണക്കുകൾ വെച്ച് ഇഷാൻ കിഷൻ വരാൻ തന്നെയല്ലേ സാധ്യത. പിന്നെയുള്ളൊരു കാര്യം, അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതല്ല ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് പ്രാധാന്യം കൊടുക്കുന്ന മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതത്ര അധികം കടുംപിടുത്തത്തിൽ ചെയ്യാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനാണ് കൂടുതൽ ഗുണകരമാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അതിലൊന്നും അത്ര വലിയ കടുംപിടുത്തത്തിൻ്റെ കാര്യമില്ല. ഇപ്പോൾ ഇന്നലെ എന്ത് പ്രശ്നമാണ്, ആദ്യ ബോളിൽ സഞ്ജു മടങ്ങി. ഇഷാൻ കിഷൻ വരുന്നത് ഓപ്പണറെ നേരിടുന്ന പോലെ തന്നെ ആദ്യ ഓവറിൽ രണ്ടാമത്തെ ബോൾ നേരിടാനാണ്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അങ്ങനെയും ഒരു കാര്യം അവിടെ നിൽപ്പുണ്ട് എന്നർത്ഥം. ഏതായാലും ഇനി സഞ്ജുവിന് അവസരം കിട്ടുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും എന്നാണ്. തിലക് വർമ്മ അടുത്ത 2 മത്സരങ്ങൾക്കും ഉണ്ടാവില്ല എന്നാണിപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. പ്രമുഖ ക്രിക്കറ്റ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തെന്താണെന്നറിയോ? തിലക് വർമ്മ ഹാസ് ബിക്കം ഫിറ്റ് ഫോർ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിന് അദ്ദേഹം ഓക്കെ ആവും. പക്ഷേ ഈ വിൽ നോട്ട് പ്ലേ ഇൻ ദി നെക്സ്റ്റ് 2 T20s എഗെയിൻസ്റ്റ് ന്യൂസിലാൻഡിനെതിരെയുള്ള അടുത്ത 2 T20 മത്സരങ്ങൾ അദ്ദേഹം കളിക്കില്ല.
വേൾഡ് കപ്പിലുള്ള സ്ക്വാഡ് ഫെബ്രുവരി 3-നായിരിക്കും അസംബിൾ ചെയ്യുക. തിലക് ആ ടീമിന് വേൾഡ് കപ്പിനുള്ള ടീമിൽ ജോയിൻ ചെയ്യും എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ തിലക് തിരികെ വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ അടുത്ത 2 മത്സരങ്ങളിൽ വരുന്നില്ല. പ്ലേയിങ് 11 മാറ്റം വരുത്താതെ സഞ്ജു സാംസണിന് ഫോം തിരികെ കിട്ടുക, വേൾഡ് കപ്പ് ടീമിലുള്ളയാൾക്ക് ഫോം തിരികെ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അടുത്ത 2 മത്സരങ്ങളിലും കളിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതുന്നത് ആ 2 കളികളോടുകൂടി സഞ്ജു ക്ലിക്കാവും, തിരികെ വരും എന്ന് തന്നെയാണ്. അങ്ങനെ തിരികെ വന്നാൽ പിന്നെ വേൾഡ് കപ്പ് നോക്കുക, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. USA ആണ് ആദ്യ എതിരാളികൾ, USA. രണ്ടാമത്തെ എതിരാളികൾ നെമീബിയ. അവസരങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ച് അനായാസം വലിയ സ്കോറിലേക്കൊക്കെ പോകാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നത്. പിന്നെ ഇന്ത്യ നെതർലൻഡ്സാണ് അടുത്ത കളി. അപ്പോൾ നെതർലൻഡ്സ്, നെമീബിയ, USA ഇങ്ങനെയൊക്കെയുള്ളവരാണ് എതിരാളികൾ. പിന്നെ പാകിസ്ഥാൻ മാത്രമാണ് ടെസ്റ്റ് പ്ലേയിങ് നേഷനുള്ളത്. അതും ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ കളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയോട് അവരങ്ങനെ വലിയ ഒരു പോരാട്ടം ഇതൊന്നും എടുക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 മത്സരങ്ങളിലെ പെർഫോമൻസ് ക്രൂഷ്യലായിരിക്കും. അടുത്ത വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിലക് ഉണ്ടാവും. അപ്പോൾ പ്ലേയിങ് ലെവലിൽ ഒരാൾ പുറത്തേക്ക് പോകേണ്ടിയും വരും. അപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനുള്ളൊരു പ്രാധാന്യം വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും സഞ്ജു ഈ 2 കളികളിൽ മികവ് കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ നിലനിർത്തുമെന്നാണ് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുക. സോ സഞ്ജുവിന് സമയം വൈകിട്ടൊന്നുമില്ല. അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം തിളങ്ങിക്കഴിഞ്ഞാൽ ടീമിൽ നിലനിൽക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ വേൾഡ് കപ്പ് അദ്ദേഹം നല്ല പ്രൈം ഫോമിൽ നിൽക്കുന്ന സമയത്ത് ബെഞ്ചിലിരുന്ന് ഇപ്പോൾ നമ്മളെ ചില ആളുകളൊക്കെ കളിയാക്കി പറയുന്ന പോലെ വെള്ളം കൊടുക്കാൻ പോകുന്ന അവസ്ഥയിലായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അങ്ങനെ ആവില്ല. അദ്ദേഹത്തിന് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്നുള്ള ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ടീം പ്രഖ്യാപന സമയത്തൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ ഫോം പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയായിരിക്കും ഓപ്പണറായിട്ട് കളിക്കുക എന്ന് വേണം കരുതാൻ. പിന്നെ ഇതൊക്കെ ആരാധകരുടെ ഓരോരോ ആശങ്കകൾ മാത്രമാണ്. ടീം കോമ്പിനേഷൻ്റെ വിഷയത്തിലുള്ള ഓരോ സംഗതികളെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഉള്ള ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് ടീം ഇപ്പോൾ ഏറ്റവും മികച്ച ഫോമിൽ, ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ വേൾഡ് കപ്പിലും ആഗ്രഹിക്കുകയാണ്. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം ഇതുവരെ ഈ പരമ്പരകൾ ഓരോന്നായിട്ട് ഇങ്ങനെ തൂത്തുവാരി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് T20 വേൾഡ് കപ്പിലും തുടരാൻ സാധിക്കട്ടെ. T20 വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലെ ചാമ്പ്യന്മാരാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടിയാണ് കളി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കിരീടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ അഭിപ്രായം വിഷയത്തിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.